നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഏജ് കൂടിയാലും ശരി, ഏജ് ഇല്ലാത്തവരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓപ്പൺ പോർസ് അല്ലേ. ഓപ്പൺ പോർസ് ഇല്ല മിക്കവർക്കും തന്നെ ഉണ്ട്. ഈ ഓപ്പൺ പോർസ് നമുക്കൊരു 7 days കൊണ്ട് കറക്റ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ശരിയായ മെത്തേഡിലൂടെ നമ്മുടെ വീക്കിലിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഈ ഓപ്പൺ പോർസ് ഒരു 7 days കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നല്ലേ? ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഫലപ്രദമാവുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓപ്പൺ പോർട്സ് ഇല്ലാത്തവരായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ. മിക്കവരിൽ നമ്മൾ കണ്ടുവരുന്ന ഓപ്പൺ പോർട്സ് അല്ലേ, അത് ശരിക്കും നമുക്ക് ഒരു 7 days കൊണ്ട്, നമുക്ക് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കൊരു 7 days കൊണ്ട് അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. മെയിൻ കാരണം ഓപ്പൺ പോർസ് ഉള്ളവർ എപ്പോഴും മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻസും ഈവനിങ് സ്കിൻ കെയർ റൊട്ടീൻസും നിങ്ങൾ വിട്ടുകളയേ ചെയ്തേക്കല്ല. എല്ലാവരും ചെയ്യേണ്ടതാണ്. പക്ഷേ പോർട്സ് ഉള്ളവർ എത്ര ഇനി ടയേർഡായി എന്ന് പറഞ്ഞാലും എണീറ്റ് വന്ന് നമ്മൾ ഈ നൈറ്റാണെങ്കിലും ശരി, നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചറൈസറോ സെറമോ എല്ലാം ആ മെത്തേഡ് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മുടെ ഓരോ റൊട്ടീൻ ചെയ്യേണ്ടതുണ്ടല്ലോ. മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും അതെല്ലാം ചെയ്യുക തന്നെ വേണം. നമ്മൾ കണ്ടിന്യൂസ് ആയുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഉള്ളവർക്ക് ഓപ്പൺ പോർട്സ് വളരെ കുറച്ചേ വരാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പം ഇത് 7 days കൊണ്ട് നമുക്ക് എങ്ങനെ ഓപ്പൺ പോർട്സ് ശരിക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. മനസ്സിലായോ? നമുക്ക് അതിന് വേണ്ടിയത് ഒരു സിമ്പിൾ മെത്തേഡാണ്. ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് നമ്മൾക്കൊരു ഡെർമറ്റോളജിസ്റ്റ് കാണുവാണെങ്കിൽ ഡോക്ടർ പറയും നയാസിനിമേഡ് കുറിച്ച് തരും, അല്ലെങ്കിൽ സൈലസലിക് ആസിഡ്, ഇതൊക്കെ നല്ലതാണ് അറിയാം. പക്ഷെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവരായുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സുണ്ട്. 50+ ശേഷമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. മോർണിംഗും ഈവനിങ്ങും കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ മോർണിംഗും ഈവനിങ്ങും ഉള്ള സ്കിൻ കെയർ റൊട്ടീൻ മുടക്കാതിരിക്കുക. ഇനി സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് എന്നും രാവിലെയും വൈകിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്കൊരു ഐസ് ക്യൂബ് മെത്തേഡുണ്ട് ചെയ്യാനായിട്ട്. ഈ ഐസ് ക്യൂബ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ പോർട്സൊക്കെ ഒന്ന് ക്ലോസ് ആകാനായിട്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നു. അത് വെറും ഐസ് ക്യൂബല്ല, നമ്മളിവിടെ ചെയ്യുന്നത് ഗ്രീൻ ടീ കൊണ്ടുള്ള ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്രീൻ ടീയുടെ ടീ ബാഗില്ലേ അതിട്ട് വെക്കുക. ഈ ഗ്രീൻ ടീയുടെ ടീ ബാഗ് ഇടുന്നതോടുകൂടി തന്നെ അതിന് ശേഷം ഇത് നമുക്കൊരു ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ നമുക്ക് ഒഴിച്ചു വെക്കാം. മനസ്സിലായോ? എന്നിട്ട് എന്നും മോർണിംഗിലും നൈറ്റിലും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് ഒരു ഐസ് ക്യൂബ് മസാജ് കൊടുക്കുക. മനസ്സിലായോ? ഈ ഗ്രീൻ ടീ ശരിക്കും ഒരു സ്കിന്നിന് നല്ല ഒന്ന് പോളിഷ് ചെയ്യാനും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുമാണ് ഗ്രീൻ ടീയിൽ. നമ്മുടെ സ്കിന്നിനെ ഈവൻ സ്കിന്നാക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ഈ നമ്മൾ ഐസ് ട്രേയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ട്യൂബുകളും നമ്മളെടുത്തിട്ട് ചെറിയ ഒരു നൈസായ ഒരു പേപ്പറല്ല ടിഷ്യൂലോ അല്ലെങ്കിൽ നൈസായ ഒരു തുണിയിലോ പൊതിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഐസ് ക്യൂബ് ഒരിക്കലും നമ്മുടെ ഫേസിൽ വെക്കരുത്.
നമ്മൾ ഒരുപാട് പേര് അങ്ങനെ വെക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെക്കരുത്. നമ്മുടെ ചെറിയ സ്കിന്നിലുള്ള ചെറിയ ചെറിയ വെയിൻസ് ഉണ്ട്, അതൊക്കെ ഡാമേജ് ആകാനായിട്ട് ഇതൊരു കാരണമാകും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്ന് നല്ല ക്ലീൻ ആയതിനു ശേഷം ഒരു ഐസ് ക്യൂബ് മെത്തേഡ് ഈ 7 days രാവിലെയും വൈകിട്ടും നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പായ്ക്കിടാം. മനസ്സിലായോ? ഏറ്റവും ബെസ്റ്റായ ഒരു പായ്ക്കാണ് ഞാനീ പറയുന്നത്. നമുക്കതിന് ആദ്യം വേണ്ട മുൾട്ടാനി മിൽട്ടിയാണ്. ഈ മുൾട്ടാനി മിൽട്ടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും നല്ലൊരു ബ്രൈറ്റൻ തരാനും മുൾട്ടാനി മിൽട്ടിക്ക് സാധിക്കും. ഈ മുൾട്ടാനി മിൽട്ടി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. മനസ്സിലായോ? നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അത്. ഈ മുൾട്ടാനി മിൽട്ടിയുടെ കൂടെ നമുക്ക് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫേസിന് യോജിച്ചതെന്ന് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. തൈര് അല്ലെങ്കിൽ വെറും റോ മിൽക്ക്, കാച്ചാത്ത പാലും കൂടി എടുത്തിട്ട്, കാച്ചാത്ത പാലെടുക്കുകയാണെങ്കിൽ തൈര് വേണ്ട. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും, തൈര് അല്ലെങ്കിൽ പാല്, റോ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു തിക്കായിട്ടൊരു ഫേസ് പായ്ക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫേസ് പായ്ക്ക് ഒരു 15 to 20 minutes വരെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടവൽ എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ശരിക്കും ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം വാഷ് ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മളിടണം. അപ്പം നമ്മൾ ഏറ്റവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐസ് ക്യൂബ് മസാജാണ്. ഈ 7 days നമ്മൾ ഈ ഐസ് ക്യൂബ് കൊണ്ടുള്ള മസാജ് നമ്മൾ ചെയ്തിരിക്കണം. ഐസ് ക്യൂബ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ ക്യൂബ് എടുക്കുമ്പോഴും അതൊരു കോട്ടൺ നൈസായ തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഫേസിൽ മസാജ് ചെയ്യുക. ഈ 7 days നിങ്ങൾ ഇതേപോലെ ഐസ് ക്യൂബ് മസാജും ചെയ്ത് നമ്മുടെ മുൾട്ടാനി മിൽട്ടിയുടെ മിൽക്കിലോ തൈരിലോ, ഇതിൻ്റെ തൈരിലിറങ്ങി നല്ലൊരു ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ലാക്റ്റിക് ആസിഡ്, ഫാറ്റി ആസിഡ് ഇതെല്ലാം ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ശരിക്കും നല്ലൊന്ന് ബ്രൈറ്റൻ ആക്കാനും ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് ഈ മിൽക്കും തൈരും. മനസ്സിലായോ? ഇത് രണ്ടിലേതെങ്കിലും ഇത് നിങ്ങളൊന്ന് ചെയ്ത്, ഓപ്പൺ പോർസ് ഉള്ളവർ ഇതൊന്ന് 7 days ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ശരിക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടാൽ നയാസിനിമേഡ് അല്ലെങ്കിൽ സൈലസിലിക് ആസിഡ് ഇതൊക്കെ ആയിരിക്കും കുറിച്ച് തരുന്നത്. പക്ഷേ ഇതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമ്മൾ പോവുകയും ചെയ്യണം. അതിനൊന്നും കഴിയാത്തവർക്കും വീട്ടിലിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും 50+ കഴിഞ്ഞവർക്കും ഏറ്റവും ബെസ്റ്റായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും, ബെല്ലൈക്കൺ അമർത്തിയാലേ എൻ്റെ മറ്റു വീഡിയോകൾ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ പറഞ്ഞ പായ്ക്കൊന്നിട്ടിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.